നമ്മുടെ ഏലക്ക പൊടിച്ചത്, നമ്മുടെ പനിക്കൂർക്ക, പിന്നെ ചുക്ക് നന്നായി പൊടിച്ചെടുത്തത്, നല്ല തിളപ്പിച്ച് കുരുമുളക് നന്നായി പൊടിച്ച്, ചുക്ക്, കുരുമുളക്, ഏലക്കാപ്പൊടി എല്ലാം നന്നായി കുത്തി കഴിച്ചെടുത്ത് പൊടിച്ച് പനിക്കൂറൊക്കെ ഇട്ട് തിളച്ച് അല്പം ശർക്കര ഇട്ട് കോഫിയാണ്. അത് തൊണ്ടവേദന ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പം നമ്മുടെ അല്പം ശർക്കരയിട്ട് കോഫി ഇപ്പം നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഈ വർഷം പോയി, യാത്രയായി. അങ്ങനെ പുതുവർഷം പിറക്കാൻ പോവുക. ഭൂമിയിലെല്ലാവർക്കും എല്ലാറ്റിൽ നിന്ന് ഈശ്വരൻ, പ്രത്യേകിച്ച് അസുഖങ്ങളിൽ നിന്ന്, പിന്നെ ആക്സിഡൻറ്റിൽ നിന്നും, ഭൂമിയിലെല്ലാ നല്ലവരെയും കാത്തുകൊള്ളട്ടെ അല്ലേ. എല്ലാവരെയും കാക്കണേ. അടുത്ത വർഷം വരുമ്പോഴേക്കും അതുവരെ നല്ല സന്തോഷത്തോടെ എല്ലാവരും നല്ലത് വരട്ടെ. സർവീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാപ്പി ഇങ്ങനെ വെച്ച് കുടിച്ച് ജലദോഷം, ചുമ, ഇപ്പോൾ എല്ലാവർക്കും ചുമയും ജലദോഷം പനിയല്ലേ. അപ്പോൾ നമ്മൾ ഇനി അതിൽ ഒരുപാട് സാധനങ്ങൾ ചേർത്താറുണ്ട് ഞാൻ, പക്ഷെ ഇപ്പം അത്രയൊക്കെ ഒന്ന് ചേർത്തിയുള്ളൂ. നമ്മൾ കാലത്തും അതുപോലെ കുടിച്ച് ഇപ്പം വൈകിട്ട് കുടിക്കാം. നല്ല കാലത്തെണിച്ച് ചുക്ക് കാപ്പി എല്ലാ ഇലകളും ഇട്ട് തിളപ്പിച്ച്, ജീരകം ഇടും കേട്ടോ ഞാൻ എല്ലാറ്റിലും. നല്ല ജീരകം, നമ്മുടെ സാധാ ജീരകം നന്നായി പൊടിച്ച് ഇടും. ഏലക്ക പൊടിക്കുമ്പോൾ അതിനകത്തിടുക, അല്ലെങ്കിൽ ഇട്ടാൽ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇടാം. അപ്പോൾ നമ്മുടെ ഗ്യാസ്, വയറിളക്കം, പനി നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ, അപ്പം അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിന് ജീരകം, കുരുമുളക്, ചുക്ക്, ഏലക്ക, ഇഞ്ചി ഉണ്ടെങ്കിൽ മുറിച്ചിട്ട് കുഞ്ഞാക്കി ഇടാറുണ്ട് ഞാൻ. അതിന് നേരത്തെ വെള്ളം തിളപ്പിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പനിക്കൂർക്ക ഇടാം, പിന്നെ നമ്മുടെ വേപ്പില ഇടാം. അങ്ങനെ അതെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ശർക്കര ഇടാം. ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നമ്മുടെ കാപ്പി, നല്ല ഇലകൾ നന്നായി തിളച്ച്, പൊടികളൊക്കെ ഇട്ട് തിളച്ച്, ചുക്കൊക്കെ നന്നായി തിളച്ച് വരുമ്പം നമ്മൾക്ക് കാപ്പിപ്പൊടി ഇടാം. തിളച്ച് ലാസ്റ്റ് കാപ്പിപ്പൊടി ഇട്ടാണ് അങ്ങനെ നമ്മൾ ഊറ്റിയെടുത്ത്. ആ വെള്ളം നമുക്ക് അങ്ങനെ കളയണമെന്നില്ല. വൈകിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുടിക്കുക. തലേന്നും നമ്മൾക്ക് കാലത്ത് നമുക്ക് അതുപോലെ ഒഴിച്ച് കുടിക്കാം. നല്ല എൻ്റെ അസുഖത്തൊക്കെ പോകുന്നവരെ നമുക്ക് ഒരു ദിവസം തന്നെ അവസാനിപ്പിക്കുന്നില്ല, 2 ദിവസമൊക്കെ വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ച് കുടിക്കാം.
അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറച്ച് സേമിയ ഉപ്മാവ് റെഡിയാവാൻ പോണേ. പിന്നെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആവണം ആയി. അങ്ങനെ അടുത്ത വർഷം വരുന്നവരെ ഒരു സങ്കടങ്ങളും ദുഃഖങ്ങളും ആർക്കും ഭൂമിയിൽ ഒരു ആപത്തും വരാതെ ഭൂമി ദേവിയും നമ്മൾ കാക്കട്ടെ എല്ലാവരെയും. അങ്ങനെ നമുക്കതൊക്കെ ആയി കടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു പാട്ടുപാട ചെറിയൊരു പാട്ട് പാടിയാലോ അല്ലേ? നമ്മുടെ യേശു എന്തോരം കൂട്ടിൽ പിറന്ന് അല്ലേ, 3-ാം നാൾ മരിച്ചുയർന്ന് യേശു ഒരു ചെറിയൊരു പാട്ട്. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യകാരങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യകാരങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുന്നാത്മാവീശിയ മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യകാരങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുവിങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, കേഴുന്നാത്മാവിലാശ വീശിയ മോഹന ദിവ്യഗാനമേ.